ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നല്ല സ്പെഷ്യൽ അട്രാക്ഷൻ തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പം സാരി ഉടുക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല പ്രെറ്റി ലുക്ക് ആവണം എന്നുള്ളത്. പ്രെറ്റി ലുക്ക് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. ഈ സാരി ഡ്രേപ്പിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ സാധാരണ നോർമൽ സാരി ഉടുക്കുന്ന പോലെ തന്നെയാണ്. സാരിയുടെ എൻ്റെ ഭാഗം റൈറ്റ് ഭാഗത്ത് പാവാടയിൽ ടക്ക് ചെയ്യുക, ടക്ക് ചെയ്തിട്ടൊന്ന് കറങ്ങുക. എന്നിട്ട് ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ ടക്ക് ചെയ്തിട്ട് നിർത്തുക. അപ്പോൾ ഭംഗിയായിട്ട് ഒതുക്കി ടക്ക് ചെയ്യുക. അപ്പോൾ ഇൻഫിനിറ്റി സാരി ഡ്രിപ്പ് അല്ല, ഇങ്ങനെയുള്ള സാരി ഡ്രിപ്പിങ്ങിനൊക്കെ നമുക്ക് നാവലിന് താഴെ സാരി ഉടുക്കുന്നതായിരിക്കും കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മുന്താണി പ്ലീറ്റ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻ്റായിട്ടാണ് മുന്താണി പ്ലീറ്റ്സ് എടുക്കുന്നത്. അതിപ്പോൾ സിൽക്ക് സാരി ആയതുകൊണ്ട് എളുപ്പമായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് പ്രീ പ്ലീറ്റിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. മുന്താണി പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത ഭാഗം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ നോർമൽ സാരിക്ക് എടുക്കുന്ന പോലെ തന്നെ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ടേക്കാണ് മുന്താണി. ഇത് നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ബാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാരി ഡ്രേപ്പിങ്ങിന് എസ്പെഷ്യലി ഈ ഇൻഫിനിറ്റി സാരി ഡ്രേപ്പിങ്ങിന് നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സാരി ആയിരിക്കും ഭംഗി. കാരണം ഇതിനകത്ത് കൂടുതൽ പ്ലീറ്റ്സ് വരുന്നതാണ് കാണാൻ കൂടുതൽ ഭംഗി തോന്നുന്നത്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് സാരി ഡ്രേപ്പിങ്ങിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ സാരിയുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെയും ലാസ്റ്റത്തെയും പ്ലീറ്റ്സ് കിട്ടാത്തതുകൊണ്ട് അത് വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അത്യാവശ്യം പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലീറ്റ്സ് ഞാൻ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ 1 by 1 ആയിട്ട് കാണുന്ന രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം സാരി പാവാടയിലോട്ട് ഒതുക്കി ടക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടക്ക് ചെയ്യുമ്പോൾ നാവലിന് സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ വേണം ടക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ടക്ക് ചെയ്തതിന് ശേഷം പ്ലീറ്റ്സൊക്കെ ഒന്ന് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒതുക്കി പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സേഫ്റ്റി പിന്ന് മേളിൽ കൂടെ തന്നെയാണ് കുത്തുന്നത്. കുഴപ്പമില്ലാതെ കവറായി പോകുന്നതാണ്. പിന്നെ റൈറ്റ് ഭാഗത്ത് എക്സ്ട്രാ വന്നേക്കുന്ന പോർഷൻ അതൊന്ന് വലിച്ചിട്ട് സാരി പാവാടയിലോട്ട് ഒതുക്കി ടക്ക് ചെയ്ത് കൊടുക്കണം. ഇനി മുന്താണിയുടെ പ്ലീറ്റ്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മുന്താണി പ്ലീറ്റ്സൊക്കെ എടുത്തിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ബാക്ക് വശത്തു നിന്ന് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലാണ് ഈ പ്ലീറ്റ്സ്, അതായത് മുന്താണി പ്ലീറ്റ്സ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ സെക്യൂർ ചെയ്തിട്ടുള്ള പിൻസൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം സാരി ബ്ലൗസിലോട്ട് പിൻ ചെയ്ത് കൊടുക്കണം. ഇനി മുന്താണിയുടെ ലാസ്റ്റ് പ്ലീറ്റ് എടുത്തിട്ട് അത് റൈറ്റിലൂടെ കറക്കി ലെഫ്റ്റ് ഭാഗത്ത് ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് ആക്കിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻഫിനിറ്റി സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇവിടെ കഴിയാണ്. വീഡിയോ ഇഷ്ടമല്ല എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത സാരി ഡ്രേപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.